ഗൈസ് നമ്മളെ ഇന്നലത്തെ വെട്ടിച്ച ചുരിദാറില്ലേ അത് അടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം ഇതിനൊന്ന് വെള്ളം കൊടുക്കട്ടെ, ഇതിനെ സെറ്റാക്കട്ടെ. എണ്ണയൊക്കെ കൊടുത്ത് റെഡിയാക്കിയാൽ ഉഷാറായി കുടത്തിലടിച്ചാൻ പറ്റുള്ളൂ. പഠിക്കുന്നതിന് മുന്നേ ആദ്യം ഞാനൊന്ന് എല്ലായിടത്തും കൂടി എണ്ണ കൊടുക്കും. എണ്ണൻ്റെ മൂടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാണാൻ അരട് കൊടുക്കാം. ടീച്ചാൽ ചിലപ്പം വരൂല. അപ്പം നോക്കുമ്പോൾ അരട് ഒടുങ്ങിയിട്ടുണ്ടാവും. എണ്ണ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എണ്ണ സെറ്റാകാൻ വേണ്ടി നൂലും ചിറ്റ സൂപ്പറായി നൂല് ചിറ്റയായി. കയ്യിൻ്റെ ഏപ്പുകളൊക്കെയാണ് റെഡിയാക്കാം കേട്ടോ, ആ ലൈനിങ്. അപ്പോൾ ആദ്യം കയ്യിൻ്റെ ഏപ്പ് നമുക്ക് റെഡിയാക്കാം. അങ്ങോട്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ മോള് തുടങ്ങി ഓള് സംഗീതം എന്തിനാണ് ആ കൈക്കള അങ്ങോട്ട് ചുറ്റ് കൊടുക്കാൻ കണ്ടാണ്ട് ഞാൻ പറയാൻ പോകുള്ളൂ. അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ കൈ കേട്ടോ തേച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ കൈ വെക്കണം. കൈ വെച്ചുകൊണ്ട് ലൈനിങ് വന്നിട്ട് നീങ്ങി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതാക്കി കുലിപ്പുണ്ടല്ലേ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇത് ഇടുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇത് സെയിമിൽ രണ്ടും കൂട്ടി അടിച്ച നീങ്ങി പോകാതെക്കാൻ അങ്ങനെ ഒപ്പം വെച്ചുകൊണ്ട് രണ്ട് തുണി കൂട്ടി അടിച്ചോ. ഇനി നമ്മളിപ്പോൾ അത് ഇതാ കൂട്ടി അടിച്ചു. ഇവിടെ ഇങ്ങനെ അടിച്ചു, ഇവിടെ ഇങ്ങനെ അടിച്ചു, ഇവിടെ ഇങ്ങനെ അടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ കൈക്കുഴിൻ്റെ അവിടെ കുറച്ച് കുഴിച്ച് വെട്ടണം. ഇതിൻ്റെ നടുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വരച്ചിങ്ങനെ പോന്നിട്ട് ഇവിടെ അത്രക്ക് കുഴിച്ചിങ്ങനെ വെട്ടണം. എന്നിട്ട് ഈ തുഞ്ചത്തേക്ക് ഇങ്ങനെ നാക്കുക. വരച്ച കണ്ടില്ല വിഷു ഉണ്ടോ? അങ്ങനെ നമ്മളെ മുന്നിൽ വരുന്ന കൈക്കുഴി, അതായത് ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ വരുന്ന ഈ കൈക്കുഴിയാണ് ഈ കുഴിച്ച് വെട്ടിയിരുന്നത്. അങ്ങനെ രണ്ട് കൈയിൻ്റെ പീസിന്. അപ്പോൾ ഒരു പീസ് ഇങ്ങനെയും വെക്കുക. മുൻവശത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അടുത്ത പീസ് ഇതിങ്ങനെ മറിച്ചിട്ട് വെക്കണം. അങ്ങനെ അപ്പോൾ രണ്ട് കൈയും മുന്നിക്കായി വെക്കുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭാഗം മാറും. അപ്പോൾ ഒന്ന് നല്ല വശമായും വെക്കുക, ഒന്ന് അപ്പുറം മറച്ച വശമായി എന്നിട്ട് ഈ കൈക്കുഴി ഇതേപോലെ അവിടെ കാട്ടി തന്ന അതേപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവർക്ക് കുറച്ച് കുഴിച്ചിങ്ങനെ വെക്കുക. കണ്ടോ? അങ്ങനെ ആ രണ്ട് പീസ് മുമ്പാടെ ഒരുമിച്ച് വെട്ടണം. വീട്ടിലെ ഇതാണത് ബാക്ക് വശം. ഓണയില്ലേ ബാക്ക് വശം എങ്ങനെയും മുൻവശത്തെ കൈക്കുഴി ഇങ്ങനെയാണ് കേട്ടോ വരിക. ബാക്ക് എങ്ങനെയും മുൻവശത്തെ എങ്ങനെയും അതേപോലെ രണ്ടിൻ്റെ കണ്ടോ? ഇതും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ കൈയൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇനി കുപ്പായത്ത് നമുക്ക് എടുക്കാം. മുന്നേ പീസിൻ്റെ തുണി ലൈനിങ്ങും അത് അപ്പം നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ചീത്തവശം മുളക്കാക്കി വെക്കുക. നല്ല വശം അടിക്കും, ചീത്തവശം മുളക്കും. ഇതിൻ്റെ അങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം. കഴുത്തിപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചു. ഇതിന് ഈ പീസ് എന്നിട്ട് നമ്മൾ വെട്ടിക്കളയും. ഈ പീസ് വെട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സൈഡല്ലേ ഇവിടെ അങ്ങനെ കഴുത്ത് ക്ലിയറായി കിട്ടാൻ വേണ്ടി ഇവിടെ അങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ആ അടിച്ച അടിമക്ക് തട്ടരുത്. ഇനി നമ്മളടുത്തത് ഇതിങ്ങനെ അടിച്ചില്ലേ, ഇതിങ്ങനെ കണ്ടോ? ഈ പീസ് ഇങ്ങനെ മറിച്ചിട്ട് കണ്ടോ? കണ്ടോ? അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മേലടി കൊടുക്കുക. ഈ കഴുത്തിൻ്റെ കണ്ടോ? അത് പതിച്ചടിച്ചു. നമ്മൾ അമ്പലം മറിച്ചാണ്ട് കണ്ടോ പതിച്ചടിച്ചു. ഇനി അതേപോലെ ബാക്ക് സൈഡ് ചെറിയ കഴുത്തില്ലേ ബാക്ക് സൈഡ് എടുക്കുക. അതേപോലെ അങ്ങനെ വെക്കുക. അതിൻ്റെ മുകളിൽ ചീത്തവശം നല്ല വശം അടിക്കാക്കി ചീത്തവശം അങ്ങനെ വെക്കുക. ബാക്ക് വശം നമ്മൾ അങ്ങനെ ആക്കി. ഇതിന് മേലടി കൊടുക്കണ്ട. ഇതിന് ലൈനിങ്ങമ്മ പതിച്ചടിയാണ് കൊടുക്കേണ്ടത്. കണ്ടോ? കഴുത്തിന് മേലടി കൊടുക്കാതെ ലൈനിങ്ങമ്മ പതിച്ചടി കൊടുക്കുക. ബാക്ക് കൊത്തിൻ്റെ ഭാഗം
നല്ല അടിക്കാരൊന്നും ഇങ്ങനെ അല്ലാട്ടോ ചെയ്യുക. ഞാനിത് അടി അറിയാത്ത ഒരാൾക്കില്ലേ കാട്ടലാണ് ചെയ്യണത്. അത് പ്രത്യേകം വീഡിയോസ് കാണുന്നവര് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ മുൻവശത്തെ ബാക്ക് വശത്തെ ഇവിടെ വെച്ചിട്ട് മുൻവശത്തെ പീസ് ഇതേപോലെ പിന്നെ നമുക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ബാക്ക് വശത്തെ കഴുത്തും മുന്നത്തെ കഴുത്തും പാടെ ഒരുമിച്ച് ഇതിൻ്റെ ഷോളറിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് കണ്ടോ. ഈ രണ്ട് തുണി ഞാൻ ഒരുമിച്ച് ആക്കിയിട്ട് ലൈനിങ് നമുക്ക് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ തുണി അടിയത്തെ ലൈനിങ്ങിൻ്റെ തുണി ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക. നമുക്ക് ഇങ്ങനെ പിടിച്ച അങ്ങനെയാണ് ഷോളർ യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടെ കൂട്ടിയടിച്ച് അങ്ങനെ വെച്ചിട്ട് മറ്റേ ഷോളറും അതേപോലെ ചെയ്യാം. കടിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തി കാണിക്കാം. നമ്മൾ ഷോളർ മുട്ടി കണ്ടോ, ഇപ്പുറത്തും തുന്നത്തുമ്പ് കാണില്ല, ഇപ്പുറത്തും തുന്നത്തുമ്പ് കാണില്ല. അങ്ങനെയാണ് ഷോളർ കൂട്ട് കണ്ടോ. ഇനി നമ്മൾ മറ്റത് അടിച്ച പോലെ തന്നെ ഇതും ചെയ്യാം. ഇനി നമ്മൾ കൈയിൻ്റെ കൈക്കുഴി വെട്ടി അതേപോലെ ഈ മുൻ പീസത്തിൻ്റെ കൈക്കുഴി ഇതേപോലെ വെട്ടിയതാണിത്. ആദ്യം ഇതേപോലെ ഇനി അപ്പോൾ വെട്ടിയ കൈക്കുഴിയാണിത്. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെക്കാൻ വേണ്ടിയാണ്ട് ലൈനിങ് മീൻ ഈ തുണി മീൻപാടെ അടിയടിച്ച് കൈയിൻ്റെ അവിടെ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യാം. എന്നിട്ട് കൈ ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇല്ല കണ്ടോ, അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അതാക്കി ഈ കഷ്ണങ്ങൾ വെട്ടിക്കളയണം. അങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്യാം. ഇനി ബാക്കകത്ത് പതിച്ചടിച്ച ഈ മുന്നത്തെ അതേ വീതിക്ക് ഷോളർ കൂട്ടിയിട്ടാണ് അടിച്ചോളൂ. ഈ വെക്കുമ്പോൾ ഈ ഷോളറിൻ്റെ ഈ അടിൻ്റെ അവിടുന്ന് നമ്മൾ ഈ കുനിപ്പുണ്ടാക്കിയില്ലതാ, ഇതാണ് കറക്റ്റ് നടുവിലൊക്കെ. ഈ നടുവെന്നാണ് അടി തുടങ്ങുക. എന്നാൽ രണ്ട് ഭാഗത്തും സമത്തിൽ ബാലൻസ് വന്നാലും തികയാതെ വന്നാലൊക്കെ സമത്തിലാവും. അങ്ങനെയാണ് ഈ നടുവെന്ന് വെക്കുന്നത്. അതേപോലെ രണ്ട് കൈയും ചെയ്യാം. ഇനി കൈയിൻ്റെ വക്കടിച്ച പാകത്തിറക്കം നോക്കിയിട്ട് ബാക്കി കഷ്ണം വെട്ടിക്കളഞ്ഞ് കൈയിൻ്റെ വക്കടിച്ചോ. മറ്റേ രണ്ട് ഒരടി കൈയിൻ്റെ വക്കം നമ്മൾ അടിച്ചത് ഇങ്ങനെ മേശമ കറക്റ്റിൽ നിർത്തി വെച്ചിട്ട് ഇത് ഏതിൻ്റെ അളവാണോ നമ്മൾ പിന്നെ ഷെയ്പ്പാക്കാൻ എടുക്കുന്നത് ആ ഷെയ്പ്പിൻ്റെ ചുരിദാർ ഇതിൻ്റെ മുകൾക്ക് കറക്റ്റിൽ വെക്കുക. കണ്ടോ, ഇത് ഞാൻ അടി അറിയാത്ത ആൾക്കില്ല ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയല്ല ഒറിജിനൽ തയ്യലർ കാട്ടുക. ഒരു അളവിട്ട അളവിനനുസരിച്ചാണ് ഒരു അടിച്ചങ്ങനെ ചുരിദാറൊന്നും മുകളിൽ വെച്ചിട്ടും ഒന്നല്ല ഓല അടിച്ചത്. ഞാൻ പെരിയിലിരിക്കുന്ന ഒരു വീട്ടമ്മമാർക്ക് അവനാനത് അടിച്ചാലേ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ഈ കാട്ടി തരുന്നത്. ഇങ്ങനെ കറക്റ്റിൽ വെച്ചിട്ട് ഷേപ്പ് ഇങ്ങനെ കറക്റ്റിൽ വെച്ചിട്ട് അങ്ങനെ ഇതേപോലെ ചോക്കോട് വരക്കും. നമ്മളെ സൈഡ് ഓപ്പൻ്റെ ഇവിടെ വരുമ്പോൾ അതേപോലെ ഈ വശം കൈ ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കൈയിൻ്റെ ഈ കൈ ഇങ്ങനെ വെക്കുക. ഈ കൈയിൻ്റെ അതേ ലൂസിന് ഇതും വരച്ചു കൊടുക്കുക. ഈ കൈക്കുഴിയിൽ നോക്കത് കണ്ടോ, കണ്ണിൽ വരാം വിഷു മൊത്തം. അതേപോലെ മറ്റേ കൈയും ഇതിൻ്റെ സൈഡിൽ ഈ തുണികൾ വരച്ചപ്പത്തുനിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള തുണി അവിടെ വെച്ചിട്ട് ബാക്കി വെട്ടിക്കളയാം. നമ്മൾ ഈ വരച്ച ഇതിൽ കൂടെ കറക്റ്റാക്കി അങ്ങനെ അടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പേക്കാതെ അങ്ങനെ അടിച്ചാൽ മതി. ഷേപ്പാക്കിയിട്ട് ഇവിടെ നമ്മൾ ഷേപ്പാക്കി പിന്നെ ഈ തുണി കറക്റ്റിൽ അങ്ങനെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മടക്കി കൊണ്ടുവരും. ഇവിടുന്ന് ഇളകാൻ പാടില്ല, കാരണം നമ്മളെ ലൈനിങ്ങിൻ്റെ തുണി കറക്റ്റ് ആവണം. അപ്പോൾ ഇവിടെ തന്നെ മടക്കി സെറ്റായി. ഇത് പോകാൻ പറ്റുന്നുണ്ട്. ഒരടി അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പത്ത് അടുത്തല്ല രണ്ട് ഭാഗത്തും സൈഡിൻ്റെ ഒക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തായവശം ചുരിദാറിൻ്റെ തായവശം ഒക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചുരിദാറിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അവിടെ അടിച്ചാൽ അങ്ങനെ രണ്ട് ഭാഗത്തും അടിച്ചാൽ. അങ്ങനെ ഞങ്ങളെ ചുരിദാർ പൂർത്തിയായിക്കണ്. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.